ഹായ് മക്കളെ, അപ്പോൾ നാളെ +2 മാത്സിൻ്റെ എക്സാം ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചോദ്യ പേപ്പർ ചില സ്കൂളൊക്കെ ടീച്ചർമാർ തന്നെ ഇടുകയാണ്, ചിലരൊക്കെ എന്താണ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണ്. പക്ഷേ ഏത് പടച്ച തമ്പുരാൻ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ് എന്താണ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 100% ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻസും ഇതിലുള്ള ആൻസേഴ്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. സോ വേഗം എന്താ സമയം കളഞ്ഞില്ല, വേഗം തുടങ്ങാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതുപോലെ എന്താണ്, ഒരു റിലേഷൻ റോസ്റ്റർ ഫോമിൽ തന്നിട്ട് അത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിക്കും. ഇത് കണ്ടാൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റിഫ്ലെക്സീവ് അല്ല, പക്ഷേ സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെന്ന്. അതേപോലെ തന്നെ എന്താണ്, ഇതിൽ ഏത് ഒരു റിലേഷൻ തന്നിട്ട് ഏത് ഓർഡേർഡ് പെയറാണ്, ഇത് ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്, പല തവണ ചോദിച്ച ചോദ്യമാണ്. അതെന്ത് ചെയ്യാൻ, അത് റിഫ്ലെക്സീവ് ആക്കാനാണെന്നാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആവാനുള്ള രീതിയിൽ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ആവാൻ ഏത് ഓർഡേർഡ് പെയർ ആണെന്ന് ചോദിക്കും. ഇവിടുത്തെ കേസിൽ 2 ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, യെസ് 1 1 3 3 2 ആണെങ്കിൽ മാത്രമേ അത് റിഫ്ലെക്സീവ് ആവുള്ളൂ. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു റിലേഷൻ തന്നിട്ട് അതെന്താണ്, ആദ്യം നമ്മൾ അത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് നോക്കണം. എല്ലാ ഓർഡേർഡ് ഉണ്ട്. ഇത് കണ്ടാൽ നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് 3 അല്ല എന്നുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് വരുന്നത്, യെസ്, അതായത് ഒരു സെറ്റ് ബിൽഡർ ഫോമിലുള്ള ഒരു റിലേഷൻ തന്നിട്ട് അത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചോദിക്കും. നമ്മൾ പലതവണ ചെയ്തതാണ്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് അത് ചെയ്യുന്നത് പഠിക്കണം. ഒരു കഥ എഴുതുന്ന പോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഇത് ഏത് സെറ്റിലാണ് അത് ഡിഫൈൻഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഡിവൈഡഡ് ബൈ 2 ആയതുകൊണ്ട് തന്നെ ബോത്ത് എ ആൻഡ് ബി ഷുഡ് ബി എയ്തർ ഈവൻ നമ്പർ ഓർ ബോത്ത് ഷുഡ് ബി ഓഡ് നമ്പർ. അങ്ങനെയുള്ള ഒരൊറ്റ പെയർ മാത്രമേ ഇവിടെയുള്ളൂ, 2 4. അപ്പോൾ കണ്ണും പൂട്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ, അതായത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തായിരിക്കും, a - b is an integer എന്നായിരിക്കും ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള എന്ത് ചോദ്യമാണെങ്കിലും ഒരേ മെത്തേഡാണ്. ആൻഡ് ഈ മെത്തേഡ് എന്താ, ഇന്ന് ഉറപ്പായിട്ട് ഇന്ന് നമ്മുടെ ലൈവിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ്, ഇത് അറിയില്ലെങ്കിൽ ഡയറക്റ്റ് ലൈവിൽ വന്നാൽ മതി. അതായത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇന്ന് നമ്മൾ ലൈവിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 7 മണിയുടെ ലൈവിലേക്ക് വരിക. ലൈവിയുടെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ ചെയ്തൊക്കെ വെച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ഫംഗ്ഷനിലാണ്. ഇത് കാണുമ്പോൾ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യും, ഇത് 1 1 മാത്രമാണ്, ഓൺ ടു അല്ല എന്ന് പറയും. പക്ഷേ എന്തല്ല, അത് തെറ്റാണ്. കാരണം ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് R₂R N to N അത് ഓൺ ടു അല്ലാതിരിക്കും. പക്ഷേ R₂R ആകുമ്പോൾ ഇറ്റ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെങ്കിൽ ഡയറക്റ്റ് വരിക. അതേപോലെ തന്നെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ് അല്ലെങ്കിൽ 1 1 ഓൺ ടു ആണെന്ന് തെളിയിക്കാൻ നമുക്കറിയാം എങ്ങനെയാണ് 1 1 എന്നുള്ളത് ചെയ്യേണ്ടത്. f(x1) = f(x2) എന്ന് വെച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഓൺ ടു ആണോ എന്ന് തെളിയിക്കലോ, ഓൺ ടു ആണെന്ന് തെളിയിക്കൽ വൈയുടെ വാല്യൂ കണ്ടുകൊണ്ട് അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലത്തെ ചോദ്യം ഉറപ്പായിട്ടുണ്ടാകും. ഒരു ഫംഗ്ഷൻ തന്നിട്ട് സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും, ബൈജക്റ്റീവ് ആണോ എന്ന് തെളിയിക്കേണ്ടത്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ചിലപ്പോൾ പ്രൂവ് ദാറ്റ് ചോദിക്കുക, f(x) = x². അതെന്താണ്, നെയ്തർ 1 1 നോർ ഓൺ ടു ആണ്, ഒരു സംശയമില്ല. ഓക്കെ റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇതേപോലെ തന്നെ 1 1 ഓൺ ടു ആണോ എന്ന് തെളിയിക്കാനാണ്. അറിയില്ലെങ്കിൽ ഇന്ന് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കും. ഇതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് വരിക. പിന്നെ ഉറപ്പായിട്ട് ഒരു കോമ്പസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഇതാണത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് നിങ്ങൾക്ക് വരിക. ഇനി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ ഏതൊക്കെയാണെന്നുള്ളത് ഷാമിൽ സർ പറഞ്ഞുതരും. ഓക്കെ, ഇൻവേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്, ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, സൈൻ ഇൻവേഴ്സ് എക്സിനാണ്. ഡൊമൈനും റേഞ്ചും ഫൈൻഡ് ചെയ്യാൻ ഈസിയാണ്. ഇവിടെ നിങ്ങൾക്ക് ആൻസർ കാണാം. ഇനി അതേപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് -1/2 പ്രിൻസിപ്പൽ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രിൻസിപ്പൽ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് tan ഇൻവേഴ്സ് 1 ലാസ്റ്റ് വരും, π/4 ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനി അടുത്ത നോക്കിക്കോ, സൈൻ ഇൻവേഴ്സ് -1/2, സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ -π/6 ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി കോസ് ഇൻവേഴ്സ് cos 7π/6, സൈൻ ഇൻവേഴ്സ് sin 2π/3 ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സിംപ്ലിഫൈ ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവ് പറയുന്നതായിരിക്കും. പിന്നെതാ സൈൻ ഇൻവേഴ്സ് sin x = x ആണെങ്കിൽ x belongs to closed -π/2 to π/2 അത് പഠിച്ചിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
പലതവണ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇത്തവണ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ ചോദിക്കും. ഇതേപോലുള്ള ഒരുപാട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ആൻസർ tan ഇൻവേഴ്സ് x/2 ആണ് വരുന്നത്. പിന്നെ മെട്രിക്സ് ഉണ്ട്. മെട്രിക്സിന്റെ കേസിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു 2/2 3/2 അല്ലെ 2/3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ത് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാലും ആ സെയിം മാട്രിക്സ് അല്ല, അതിന്റെ നെഗറ്റീവ് കിട്ടും എന്നുള്ളത് അല്ലെ. A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എന്താണ് -A കിട്ടും എന്നുള്ളതാണ് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് തെളിയിക്കാൻ. അതേപോലെ ഡയഗണൽ എലമെന്റ്സ് അതിന്റെ 0 ആയിരിക്കും. പിന്നെ പോസിബിൾ നമ്പർ ഓഫ് എലമെന്റ്സ്, ഇത് പലപ്പോഴും ഓണപരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുക. ഒരു സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും നമ്പർ ഓഫ് എലമെന്റ്സ് അതിലുണ്ടാവുക. പിന്നെ അഡിഷൻ നിങ്ങൾക്ക് അറിയാവുന്നൊക്കെയുള്ള രീതിയിലാണല്ലോ. ഇത് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് ആണ്. അതായത് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ നമുക്കറിയാം ഉറപ്പായിട്ടും എന്താ അതിന് ഒരേ ഓർഡർ ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സും സെയിം ആയിരിക്കണം. ഇത് കുറച്ചും കൂടെ ട്വിസ്റ്റഡ് ആയിട്ട് എന്താണ്, ആദ്യം ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ x-1 ഈസ് ഈക്വൽ ടു 2 × 1 2 എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്ത്. അപ്പോൾ x ഈസ് ഈക്വൽ ടു 3. ഇതേപോലെ നിങ്ങൾക്ക് y ചെയ്താൽ -2 എന്നുള്ള ആൻസർ കിട്ടും. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് രണ്ട് മാട്രിക്സുകൾ തന്നിട്ട് വാല്യൂസും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മുടെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. A² എയും ബിയും തന്നിട്ടുണ്ട്, എ മാത്രം അല്ലേ. ഓക്കെ, എ മാത്രം തന്നിട്ട് A² ഇസ് ഈക്വൽ ടു KA - 2i ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, KA ഇസ് ഈക്വൽ ടു നമുക്ക് A² + 2i ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, A² എടുക്കുക, പിന്നെ ഈ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ മാട്രിക്സ് എക്സ്. ഓക്കെ, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താ, ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ 3x ഈസ് ഈക്വൽ ടു 5b - 2a ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു 1/3 × 5b - 2a. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം 5b കാണുക, 2a കാണുക, അത് സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. യെസ്. പിന്നെ സ്ട്രെയിറ്റ് ഓക്കെ, അതേപോലെ തന്നെ സിമിലർ. ഇതൊക്കെ ഒരേ ടൈപ്പാണ്. ഇപ്പം ഞാൻ പറയുന്ന 3 ക്വസ്റ്റ്യൻസിൽ ഒരു 1 or 2 എന്താണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളോട് 2x + y ആണ് കാണാൻ പറഞ്ഞത്. 2x കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതും ആഡ് ചെയ്താൽ മതി. അപ്പം എന്താണ്, y-ഉം -y-ഉം കട്ടായി പോകും, 2x നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 2y ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 2y നമുക്ക് കിട്ടും. നമ്മളോട് 2x + y ആണ് ചോദിച്ചത്. അപ്പോൾ y ആണെങ്കിൽ ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x + y ആൻസർ കിട്ടും. ഈ ആൻസറൊക്കെ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാം, AB മൾട്ടിപ്ലൈ ചെയ്യുക, ട്രാൻസ്പോസ് എടുക്കുക, എന്നിട്ട് ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ. നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അർത്ഥം നിങ്ങൾ എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണെങ്കിൽ ഉറപ്പായിട്ടും AB ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് × B ട്രാൻസ്പോസ് അല്ല, നേരെ തിരിച്ച് B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ് ആണ്. അതേപോലെ തന്നെ സിമെട്രിക് ആണോ എന്നും ചോദിക്കാറുണ്ട്, സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ സിമെട്രിക് ആണോ എന്നാണ് ചോദിച്ചത്. സിമെട്രിക് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് വാല്യൂകൾ ഈക്വൽ ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, -6 ആയിരിക്കും. മാത്രമല്ല ഇതൊക്കെ 0 ആയിരിക്കും കേട്ടോ. ഓക്കെ, റൈറ്റ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. ഒരു മാട്രിക്സ് തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, അതിൻ്റെ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ ചോദിക്കും. ഈ ചോദ്യം വരാത്ത ഒരു പരീക്ഷ മാട്രിക്സ് എന്ന പാഠത്തിൽ നിങ്ങൾക്ക് വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം A കാണുക, A ട്രാൻസ്പോസ് കാണുക, A + A' A - A' കാണുക. അതിന് ഓരോന്നിനെയും 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഈ രണ്ട് സാധനം കൂട്ടിക്കഴിഞ്ഞാൽ ദ ഫൈനൽ മാട്രിക്സ് കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പം ഡിറ്റർമിനൻസ് ഇനി 2 പാഠങ്ങളും കൂടെ അല്ലേ. അപ്പൊ ഡിറ്റർമിനൻസ് നിങ്ങൾക്ക് എന്തായാലും ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് എക്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. പിന്നെ പ്രൂവ് ദാറ്റ്, വെരിഫൈ ദാറ്റ് എന്നൊക്കെ പറയാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. A × അഡ്ജോയിന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. എയും അഡ്ജോയിന്റ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് ഈസിയാണ്. പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് KA ഈസ് ഈക്വൽ ടു K⁻n ഡിറ്റർമിനന്റ് എന്നുള്ള പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ആൻസർ നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ യൂസിങ് ഡിറ്റർമിനൻസ് അത് ചോദിക്കാറുണ്ട്. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ യൂസിങ് ഡിറ്റർമിനൻസ് ഇതിന്റെ ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതിയത്. നിങ്ങൾക്ക് ആൻസർ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, ബാക്കിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാട്ടോ. സോ പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഒരു ഇക്വേഷൻ തരും നിങ്ങൾക്ക്, എന്നിട്ട് അത് A ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറയും. അവിടെ നിങ്ങൾ ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ് നടത്തേണ്ടി വരും. ഇക്വേഷൻ മൊത്തം A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ A ഇൻവേഴ്സ് × A × A 5 × A × A ഇൻവേഴ്സ് 10 I × A ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ ലാസ്റ്റ് A ഇൻവേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. നിങ്ങൾ ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്.
ഇത് ഫൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എ ഇൻവേഴ്സ് കിട്ടും. അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് ആണ്. പിന്നെ അതാ ഇതും നമ്മൾ നേരത്തെ അവിടെ ചെയ്തതുപോലെയുള്ള എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. വെരിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്, പഠിച്ചിരിക്കണം. ആൻഡ് അടുത്തത് എന്തായാലും ചോദിക്കുന്ന 6 മാർക്കിന്റെ ചോദ്യമാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ളത്. എയും ബിയും സിയും എങ്ങനെയാണ് എയും ബിയും എക്സും എങ്ങനെയാണ് മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആയിരിക്കും. എ ഇൻവേഴ്സ് 1 ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് വെച്ചിട്ട് അത് ഫൈൻഡ് ചെയ്യണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ദ ലാസ്റ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ ചാപ്റ്ററിന് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടത് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ തരികയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ആ ഫംഗ്ഷൻ്റെ ആ പോയിന്റിലുള്ള വാല്യൂ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റും കണ്ടെത്തിയാൽ മതി. പക്ഷേ ഇങ്ങനെ തരികയാണെങ്കിൽ നിങ്ങൾ 1-ലായിരിക്കും കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ അത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയും. ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ ഇതേപോലെ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂ, കെയുടെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ ഒക്കെ ഫൈൻഡ് ചെയ്യാനുണ്ടാവും, ശ്രദ്ധിക്കണം. പിന്നെ ഇതേപോലെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് തരും, അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻസ് തരും, ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് തന്നിട്ടൊക്കെ അത് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ മുമ്പ് ചോദിച്ചുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എന്നുള്ളത്. എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം എന്നില്ല, പക്ഷേ എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും കേട്ടോ. സോ ശ്രദ്ധിക്കണം. ആൻഡ് പിന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഡെറിവേറ്റീവ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ്, ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടി വരും എല്ലായിടത്തും. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എക്സിൻ്റെയും വൈയുടെയും ടേമിലായിരിക്കും. അങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക. അതിൻ്റെ ഡെറിവേറ്റീവ്. പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാനുള്ളത് ഉണ്ടാവും. ഇതിന് നമ്മൾ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഇവിടെ എക്സിന് പകരം ടാൻ തീറ്റ കൊടുത്തിട്ട് ഇതിനെ സൈൻ 2θ എന്നാക്കി മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതേ മോഡലുള്ള 1 - x² / 1 + x², ഇവിടെ കോസ് ഇൻവേഴ്സ് വന്നിട്ടുള്ള ചോദ്യമൊക്കെ ഉണ്ട്, നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് ലോഗരിതം ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ y = x⁻x തന്നെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ y = x⁻sin x ചോദിക്കാറുണ്ട്. രണ്ടുകൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ചോദ്യം. പിന്നെ പാരാമെട്രിക് ഫോം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, വളരെ ഈസിയാണ്. dx/dθ dy/dθ ഫൈൻഡ് ചെയ്തിട്ട് dy/dx ചെയ്യണം. പിന്നെ ഇങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് അധികവും വരുന്നത് നമ്മൾ ഇതും കൂടി യൂസ് ചെയ്തിട്ടാണ്, നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി നിങ്ങൾ വരണം. മാത്സിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അജാസ്ക നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും, നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും എടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും, നിങ്ങൾ നാളെ പരീക്ഷ എഴുതുന്ന സമയത്ത് നിരാശപ്പെടേണ്ടി വരില്ല. അത് എജുപോർട്ട് തരുന്ന ഉറപ്പ്, ഞങ്ങൾ തരുന്ന ഉറപ്പ്. ധൈര്യമായിട്ട് നിങ്ങൾ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ, ഒന്ന് നോട്ടിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ രാത്രി ലൈവിൽ കൃത്യം 7 മണിക്ക് കാണാം. ബൈ.